just so we set the record straight, because I've been watching the Wall Street Journal's fake news and all these stories that get printed like, oh, I want to make a deal. They are begging to make a deal, not me. They're begging to make a deal. And anybody that saw what was happening over there would understand why they want to make a deal. But they say, oh, we're not talking to them. Anybody would know that. And only a total fool. And they're not fools. They're very smart, actually, in a certain way. And they're great negotiators. I say they're lousy fighters, but they're great negotiators. They are begging to work out a deal. I don't know if we'll be able to do that. I don't know if we're willing to do that. They should have done that 4 weeks ago. They should have done it 2 years ago. Or they should have done it when we first came into office, because 2 years ago they had free reign under Biden. ഒരു പൊട്ടം വിചാരിച്ചാൽ എത്രയോ ആളുകൾക്ക് മുന്നിൽ ഇതുപോലെ പൊട്ടം കളി കളിക്കാമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. പുള്ളി പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ ആ പീറ്റർ ഹെഗ്സിത്തിൻ്റെ മുഖത്തോട്ടൊക്കെ ഒന്ന് നോക്കണം. പുള്ളിക്കൊരു ഉറുമ്പ് കടിച്ച സുഖം പോലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇറാൻ ബഗ് ചെയ്യുകയായിരുന്നു, ഒരു കരാറിന് വേണ്ടി കാല് പിടിക്കുകയായിരുന്നു, യാചിക്കുകയായിരുന്നു. ദേ ആർ ലോസി ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പുവർ ക്വാളിറ്റി ഫൈറ്റേഴ്സാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോരാടാനൊന്നും അറിയില്ല. പോരാടാൻ അറിയാവുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. ആർക്ക്? അമേരിക്കയ്ക്കും ഇസ്രയേലിനും. പക്ഷെ അവർ ഭയങ്കര നെഗോഷിയേറ്റേഴ്സാണ്, ബഗ്ഗേഴ്സാണ്. അവരിങ്ങനെ എന്നോട് യാചിക്കുകയാണ്. ആരാണ് യാചിക്കുന്നതെന്ന് ഇതുവരെ ഈ പറയുന്ന പോലെ ഒരു ആഗോള മാധ്യമ പ്രവർത്തകർക്കും കിട്ടിയിട്ടില്ല. അവർ ഔദ്യോഗികമായി യാചിക്കുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന് തയ്യാറാണ്, തിരിച്ചടിക്കും. അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയുമില്ല. ഇതുപോലെയുള്ള ട്രംപുമായി യാതൊരു ചർച്ചയുമില്ല. JD വാൻസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡൻറ്റുമായി വേണേൽ സംസാരിക്കാം. ട്രംപ് ക്വാളിറ്റി ഇല്ലാത്തവനാണ്, ഒരു നിലവാരവും ഇല്ലാത്ത ഒരാളാണ്. നമ്മുടെ ശശി തരൂർ പറഞ്ഞതുപോലെ ഐ ഡിഡിൻറ്റ് സീ എ മാൻ ലൈക്ക് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് ക്ലാസ് എന്ന് പറഞ്ഞതുപോലെ ഈ ക്ലാസ്സിൽ വരുന്ന ഒരാൾ അമേരിക്കൻ പ്രസിഡൻ്റായി കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞതാണ് ലോകം വിലയിരുത്തിയിരിക്കുന്നത്. പുള്ളി പറയുന്നത് അവരെന്നോട് ബഗ് ചെയ്യുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഈ ഒരു കരാറ്, ഈ ഒരു ബഗ്ഗിങ് 2 ആഴ്ച മുമ്പേ അവർക്ക് നടത്തായിരുന്നു, 2 കൊല്ലം മുമ്പേ നടത്തായിരുന്നു. ഞാൻ ആദ്യം അമേരിക്കൻ പ്രസിഡൻ്റ് ആയപ്പോൾ നടത്തായിരുന്നു എന്ന് വെച്ചാൽ ഏതാണ്ട് കരാറുണ്ടാക്കാത്തതിനാണ് ഈ അടിച്ചതെന്നാണ് മച്ചാൻ ഇപ്പോൾ പറയുന്നത്. ഒരു കരാറുണ്ടാക്കുന്നതിന് നോയും എസ്സും ഒന്നും പറഞ്ഞില്ല. ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ അടിച്ചത് അവിടെ റെജിം ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായി? റെജിം ചേഞ്ച് ഉണ്ടായില്ല, അടി നിർത്തിയിട്ട് ഇപ്പോൾ വാചകടിയാണ് നടത്തുന്നത്. ഈ വാചകടി എന്തിനാ? ഈ സംഭവിച്ചത് നിക്കർ കീറിയതാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിക്കർ അടിച്ച് കീറി റെഡിയാക്കി. ഇനി അത് കീറിയെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള വാചകമടിയുടെ ഭാഗമാണ് ഈ അടി. അവർ വളരെ ലൂസി ഫൈറ്റേഴ്സാണ്, പക്ഷേ ഭയങ്കര നെഗോഷിയേറ്റേഴ്സാണ്. ദേ ആർ ബെഗ്ഗിങ് ഫോർ എ ഡീൽ. സാധാരണ അങ്ങനെ ഡീലിന് വരണമെങ്കിൽ ആരെങ്കിലും പറയണം ഇറാൻ അങ്ങനെ സന്നദ്ധമായി മുന്നോട്ട് വന്നെന്ന്. അവർക്കൊരു 15 കണ്ടീഷൻ വാറോല കൊടുത്തപ്പോൾ അവർ ആ 15-ന് ഒരു പേപ്പർ വില പോലും കൽപ്പിക്കാതെ തിരിച്ച് കാര്യമായിട്ടുള്ള 4-5 എഴുതി കൊടുത്തു. ആ 4-5 എണ്ണത്തിനകത്തുണ്ട് കാര്യങ്ങൾ. എല്ലാ ബേസും പശ്ചിമേഷ്യയിലെ അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞു. ഹോർമിസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അന്നേരമാണ് ഈ പുള്ളിയുടെ ഈ സംഗതി കേൾക്കുന്നത്.